ബ്ലാക്ക് എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2023 വണ്ടി. 23 KL50 രജിസ്ട്രേഷൻ 4x4 ഓട്ടോമാറ്റിക്. ഓക്കെ, 4x4 ആണ്, ഡീസൽ ആണ്. ഓക്കെ, ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ്. വാറണ്ടി ഇപ്പോൾ എത്ര വരെ ഉണ്ടാവും? 23 പറയുമ്പോൾ 2026-27 വരെ ഉണ്ടാവും. 26 നോക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. വേറെ ക്ലെയിം ഒന്നും ഇല്ലല്ലോ? സീറോ ക്ലെയിം ആണ് വണ്ടി. അടുത്ത വാഹനം ഫ്രോങ്സ് ആണ്, മാരുതി സുസുക്കിയുടെ ഫ്രോങ്സ്. നമ്മൾ യൂസ്ഡ് കാർ മാർക്കറ്റിൽ അങ്ങനെ കാണാറില്ല. അതെ, എങ്ങനെയാ ഡീറ്റെയിൽ എങ്ങനെയാണ്? 2023 വണ്ടി, 19,800 കിലോമീറ്റർ ഓടിയ ആൽഫ വേരിയന്റ് ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് 19,000 ഓടിയ വണ്ടിയാണ്. 2 വർഷം ആവാനായിട്ടുണ്ടാവും അല്ലേ? നോർമൽ ഓട്ടേ പോയിട്ടുള്ളൂ. ഡീസൽ ഏറ്റവും ടോപ്പ് എൻഡാ? ഏറ്റവും ടോപ്പ് അല്ലേ? ഓക്കെ, ഏറ്റവും ടോപ്പ് SX ഓപ്ഷൻ ആണ് ശരിക്കും. SX ആണ് കാണിക്കുള്ളൂ. ഓ, കാണിക്കണില്ല. SX ഓപ്ഷൻ ആണ് ശരിക്കും. അതിന്റെ ശരിയായ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. RC-യിലൊക്കെ കാണുമ്പോൾ നമുക്ക് SX കാണും. ഹായ്, സുഖല്ലേ? സുഖം. അപ്പോൾ ലഗോസിയ കാസിൽ അനസ് ഭായിൻ്റെ കൂടെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അല്ലേ? അതെ. ഓക്കെ, ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയാണ്. പെരിന്തൽമണ്ണ ബൈപ്പാസ് റോഡ് ഷിഫ ഓഡിറ്റോറിയത്തിന് നിയറസ്റ്റ് ആയിട്ട് വരും. ഓക്കെ, എങ്ങനത്തെ സ്റ്റോക്ക് എന്നുള്ളത്? ക്രെറ്റ ഉണ്ട്, സെൽട്ടോസ് ഉണ്ട്, i20 ഉണ്ട്, ബലീനോ, ജീപ്പ് കോമ്പസ്, താറ് 2 4x4 ഓട്ടോമാറ്റിക് 2 വണ്ടി ഉണ്ട്. ഓക്കെ, പോളോ ഉണ്ട്. നമ്മള് ഇപ്പൊ കുറച്ച് ഗ്യാപ്പ് വന്നു അല്ലേ? കുറച്ച് ഗ്യാപ്പ് 1 year ആയി. ഏകദേശം 1 year അടുത്തായി. ഓക്കെ, അപ്പോൾ എങ്ങനെയാ സ്റ്റോക്ക് എന്ന് കണ്ടുവെക്കാം. നല്ല അടിപൊളി മോഡൽ കൂടിയ വണ്ടികൾ തന്നെയാണ്. എന്താ ഈ പ്രാവശ്യം എന്തെങ്കിലും സ്കീമോ കാര്യങ്ങളുണ്ടോ? റമദാനായിട്ട് എന്തെങ്കിലും സ്കീം നടക്കുന്നുണ്ടോ? മാക്സിമം പ്രൈസ് കുറച്ച് കൊടുക്കാം. അതെ, ഓക്കെ. നമ്മൾ ഇതിന്റെ മുന്നത്തെ വീഡിയോയിൽ ഒരു ഡിസ്കൗണ്ട്. ഓക്കെ, എന്തായാലും പ്രൈസ് മാക്സിമം കുറച്ച് കൊടുക്കും. ഓക്കെ, അത്രേ ഉള്ളൂ. ബാക്കി ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് കോൺടാക്ട് ചെയ്യാം. വീഡിയോയിലേക്ക് പോകാം അല്ലേ? ആദ്യ വാഹനം നല്ലൊരു അടിപൊളി ബ്ലാക്ക് ക്രെറ്റയാണ്. KL8 രജിസ്ട്രേഷൻ, തൃശ്ശൂർ രജിസ്ട്രേഷൻ ആണ്. അലോയ്സ് ഒക്കെ മാറ്റി ചെയ്തതാണല്ലേ? അഡീഷണൽ ചെയ്താണ്. ടയർ അഡീഷണൽ ആണ്. ഓക്കെ ഓക്കെ. എങ്ങനെയാണ് ഡീറ്റെയിൽ എങ്ങനെയാണ് ഇത്? 2021 മോഡൽ SX 1.5 പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്നല്ലേ? ടോപ്പിന്റെ തൊട്ട് താഴെ. ഓക്കെ, വാറണ്ടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ? വാറണ്ടി ഉണ്ട്, 26 വരെ വാറണ്ടി ഉണ്ട്. അണ്ടർ വാറണ്ടിയിൽ നിൽക്കാൻ 8000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഓക്കെ, 8000 കിലോമീറ്റർ. ടോപ്പിലേക്ക് പോകുമ്പോൾ എയർ ബാഗിൻ്റെ എണ്ണം കുറയും, സീറ്റ് വെന്റിലേഷൻ ഉണ്ടാവില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ല. ബാക്കി എല്ലാ ഓപ്ഷൻസും ഫീച്ചേഴ്സും ഉണ്ട്. 8000 മാത്രമേ ഓടിയുള്ളൂ? 8000 മാത്രമേ ഉള്ളൂ. ഓക്കെ, ലോ കിലോമീറ്റർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്, ആക്സിഡന്റ് ഇല്ല, ക്ലെയിം ഇല്ല. ഫുൾ ഹിസ്റ്ററി എടുത്ത് കൊടുക്കും. കസ്റ്റമർ വരുന്നതിന് മുന്നേ വാട്സപ്പിലൊക്കെ അയച്ചു കൊടുക്കാൻ പറ്റുമോ, അതോ ഇങ്ങോട്ടൊക്കെ വന്നാൽ കാണിച്ചു കൊടുക്കാം? എങ്ങനെയാണ്? താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഹിസ്റ്ററി PDF അയച്ചു കൊടുക്കാം. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. എന്തായാലും അലോയ്സ് ഗംഭീരം, ഒന്നും പറയാനില്ല. സൈഡ് പ്രൊഫൈൽ നമ്മൾ കാണുമ്പോൾ അവർ ബ്ലാക്കിന് നല്ല അടിപൊളി അലോയ്സ് ആണ്. എത്രയും ഇപ്പോൾ നിങ്ങളുടെ? 15,35,000 രൂപ അല്ലേ? ഓക്കെ, 2021 വെറും 8000 കിലോമീറ്റർ ഓടിയ ക്രെറ്റയാണ്. മാനുവൽ അല്ല, ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് പെട്രോൾ ക്രെറ്റ. ലോൺ ഒരു 14 വരെയൊക്കെ കയറുമോ? 14 വരെ കറക്റ്റ് പ്രൊഫൈലിലെ കസ്റ്റമറാണ്. 14 ലക്ഷം വരെ നമുക്ക് ലോൺ കൊടുക്കും, ചാൻസ് ഉണ്ട്. ഓക്കെ, ക്രെറ്റ ഓട്ടോമാറ്റിക് പൊതുവെ മൈലേജ് എങ്ങനെയുണ്ട്? മൈലേജിൽ 14,000 ലോങ്ങിൽ 14 കിട്ടും. 14 കിട്ടും. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ടോ. അടുത്ത വാഹനം ഫ്രോങ്സ് ആണ്, മാരുതി സുസുക്കിയുടെ ഫ്രോങ്സ്. നമ്മൾ യൂസ്ഡ് കാർ മാർക്കറ്റിൽ അങ്ങനെ കാണാറില്ല. അതെ, എങ്ങനെയാ ഡീറ്റെയിൽ എങ്ങനെയാണ്? 2023 വണ്ടി, 19,800 കിലോമീറ്റർ ഓടിയ ആൽഫ വേരിയന്റ് ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് 19,000 ഓടിയ വണ്ടിയാണ്. 2 വർഷം ആവാനായിട്ടുണ്ടാവും അല്ലേ? 2 വർഷം ആവാനായിട്ടുണ്ടാവും. ഓക്കെ, ഒരു ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ക്ലെയിം ഇല്ല. ടൈൽ ലാമ്പ് ക്ലെയിമിൽ മാറിയിട്ടുണ്ട്. ടൈൽ ലാമ്പിൽ മാത്രം മാറിയിട്ടുണ്ട്. ടൈൽ ലാമ്പ് മാത്രം. ഏതാ, ലെഫ്റ്റോ റൈറ്റോ ഏതാ പറയുന്നത്? ലെഫ്റ്റ് സൈഡ് അല്ലേ? ഓക്കെ, അതെന്തായാലും ഹിസ്റ്ററിയിലുണ്ടാവും. ഓക്കെ, എത്ര ഇപ്പോൾ നിങ്ങൾ ചോദിക്കും? 9,95. 9,95,000 ആൽഫ വേരിയന്റ്. ഇത് ഇറങ്ങുമ്പോൾ എത്ര ഉണ്ടായിരുന്നു? അന്ന് ഇറങ്ങുമ്പോൾ 13,80 അറേഞ്ച് വന്നിട്ടുണ്ടോ? 9,95,000 19,000 കിലോമീറ്റർ ഓടിയ 2 വർഷം പഴക്കമുള്ള ഈ ഒരു ഫ്രോങ്സ് ഏറ്റവും ടോപ്പിൻ്റെ വാഹനമാണ്. നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരുമാതിരി അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഇതിൻ്റെ മൈലേജ് എങ്ങനെയുണ്ട്? ഇത് മൈലേജ് ഒരു 17 റേഞ്ച്. ബലേനോ ആ റേഞ്ച് ഒക്കെ തന്നെ കിട്ടും. സെയിം കിട്ടും അല്ലേ? മാനുവലാണ് വാഹനം അല്ല? മാനുവൽ. ഓക്കെ, പെട്രോൾ മാനുവൽ. അപ്പോൾ ഫ്രോങ്സ് അത്യാവശ്യം ഇപ്പോൾ നല്ലോണം മൂവിംഗ് ഉള്ള ഒരു വണ്ടിയാണ്. അതെ. അപ്പോൾ പുതിയൊരു വാഹനം നിങ്ങൾ നോക്കാൻ പോവുകയാണെങ്കിൽ അത്രയും റേറ്റിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം അല്ലേ? അടുത്ത കിയ സെൽട്ടോസ് ആണ്. എങ്ങനെയാണ് സ്പൈ കാര്യങ്ങൾ? 2021 ഡീസൽ വേരിയന്റ് HTK പ്ലസ് മിഡിൽ ഓപ്ഷൻ ആണ്. ഡീസലാണല്ലേ? ഡീസലാണ്. എത്ര മൈലേജ് കിട്ടുന്നുണ്ട്? ഒരു 20 മേലെ മൈലേജ് എന്തായാലും കിട്ടും. ഓക്കെ,
പെട്രോളിൽ തന്നെ ലോങ്ങിലൊക്കെ 16 കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞേക്കാം, അതുകൊണ്ടാണ് ചോദിച്ചത്. അതെ, ഡീസലിൽ എന്തായാലും 20-21 വരെ മൈലേജ് പ്രതീക്ഷിക്കാം. ഓക്കെ, ബാക്കി കിലോമീറ്റർ 65,000 കിലോമീറ്ററോടെ KL9 രജിസ്ട്രേഷൻ, KL9 പാലക്കാട് ഓണർ വണ്ടി. ഓക്കെ, ഫുൾ കമ്പനി സർവീസാ? കമ്പനി സർവീസ്, ഫുൾ ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. ഓക്കെ, സെൽട്ടോസ് ഡീസൽ മാനുവൽ STK+, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. ടോപ്പിലേക്ക് പോകുമ്പോൾ സീറ്റ് വെന്റിലേഷനും എയർ ബാഗും, ആ ഒരു വ്യത്യാസം. സൺറൂഫ്, പിന്നെ സൺറൂഫ്, അങ്ങനത്തെ കുറച്ച് മാറ്റങ്ങളാണ് കാര്യമായിട്ട് വരുന്നത്. അലോയ്സിലും ഒരു മാറ്റം ഉണ്ടാവും അല്ലേ? ഈ ഷേപ്പ് ആയിരിക്കില്ല അലോയ്സ് വരാം, ഷേപ്പിൽ മാറ്റം ഉണ്ടാവും. ഷേപ്പിൽ മാറ്റം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എങ്ങനെയാ ഇനിയിപ്പോൾ ചോദ്യം? 12,000 രൂപ കൊടുക്കാം. 12,50,000 2021 ഡീസൽ സെൽട്ടോസ് ആണ് STK+. 65,000 ലോട്ടം 65,000. ഓക്കെ, പ്രൈസ് നമ്മൾ പറയുന്നത് നല്ല ഫിക്സ്ഡ് ആണോ അതോ എന്തൊക്കെ ചെയ്ത് കൊടുക്കാം? ചെറിയ മാറ്റങ്ങൾ വരും, മാറ്റങ്ങൾ എന്തായാലും ചെയ്ത് കൊടുക്കും, എന്തായാലും വരും. ഓക്കെ, ലോൺ എത്ര കയറുമില്ലേ? ലോൺ ഒരു 90% ലോൺ കൊടുക്കാം നമുക്ക്. 90% വരെ ലോൺ കിട്ടും. ലോണ് ട്രാക്ക് നിങ്ങളുടെ ട്രാക്ക് കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, കസ്റ്റമർ പ്രൊഫൈൽ അനുസരിച്ചാണ്. അതെ, അതുകൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. 100% ലോൺ കസ്റ്റമേഴ്സ് ഉണ്ട്, കിട്ടുന്നുണ്ട് അല്ലേ? ഓക്കെ, ITR ഒക്കെ ഉണ്ടെങ്കിൽ കിട്ടും, 100% ഒക്കെ കിട്ടാൻ ചാൻസ്. അടുത്തൊരു സെഡാൻ കാറാണ്. സെഡാൻ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരുന്നൊരു സാധനം ഹോണ്ട സിറ്റി. സിറ്റിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഷേപ്പാണ് അല്ലേ? 5th ജനറേഷൻ. അതെ, എങ്ങനെയാണ് ഡീറ്റെയിൽ? 2021 21 30,000 കിലോമീറ്റർ ഓടിയ 1.5V മാനുവൽ ട്രാൻസ്മിഷൻ, പെട്രോൾ. ഓക്കെ, മാനുവലാണ്. 2021 30,000 കിലോമീറ്റർ. KL49 രജിസ്ട്രേഷൻ. ഓക്കെ, സിംഗിൾ ഓണർ. വി എന്ന് പറയുമ്പോൾ സൺറൂഫ് ഒന്നും ഉണ്ടാവില്ല. ഇല്ല, പക്ഷേ എയർ ബാഗ് ഒക്കെ ഉണ്ടാവുമല്ലോ. 6 എയർ ബാഗ് ഒക്കെ വരുമല്ലോ. ഓക്കെ, വേറെ ക്ലെയിമോ കാര്യമൊന്നുമില്ലല്ലോ? ഇല്ല, 0 ക്ലെയിം ആണ്. 1.5 2026 ഓഗസ്റ്റ് വരെ വാറണ്ടി ഉണ്ട് വണ്ടിക്ക്. അത്യാവശ്യം നല്ല പവറും ഉണ്ടാവും, അത്യാവശ്യം മൈലേജും ഉണ്ടാവും. 12-15 ഒക്കെ കിട്ടും. 15 വരെ കിട്ടും. മാക്സിമം 15 വരെ മൈലേജും കിട്ടുന്നുണ്ട്. നല്ലൊരു സെഡാൻ വാഹനം, സേഫ്റ്റിയിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു, മെയിൻ്റനൻസും വളരെ കുറഞ്ഞൊരു സെഡാൻ വണ്ടി. അതെ. എത്ര ഇപ്പോൾ ചോദിക്കുന്നതിന്? 9,000 രൂപ കൊടുക്കുക. 9,50,000 2021 V ഓപ്ഷൻ 30,000 കിലോമീറ്റർ ഓടിയ ഹോണ്ട സിറ്റി ഏറ്റവും ന്യൂ ഷേപ്പ് വണ്ടി കൊണ്ടുപോകാം. ഒരു 8.5 ലോൺ വരുമോ? 8,000 വരെ ലോൺ കൊടുക്കാൻ മതി. സാധാരണ രീതിയിൽ ഒരു 8.5 വരെ. 8,000 വരെ. ഓക്കെ, വാഹനത്തിനാണ് ബാക്കി നമ്മുടെ. അടുത്തത് i20 ആണ്. ഏറ്റവും ടോപ്പിൻ്റെന്ന് തോന്നുന്നല്ലോ. ഏറ്റവും ടോപ്പിൻ്റെ ഓപ്ഷനിലാണ്. 6 എയർ ബാഗ് ഒക്കെ വരുന്ന വാഹനം. അലോയ്സ് ഡയമണ്ട് കട്ട് അലോയിൽ. ഓക്കെ, എങ്ങനെ ഡീറ്റെയിലിൻ്റെ? 2018 മോഡൽ, 49,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ വണ്ടി. ഡീസലോ പെട്രോളോ? ഡീസൽ 18. നോർമൽ ഓട്ടം അല്ലേ? ഡീസൽ വണ്ടിയെ സംബന്ധിച്ച് വലിയൊരു ഓട്ടം പോയിട്ടില്ല. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, കറക്റ്റ് കമ്പനി സർവീസ് ഉണ്ട് വണ്ടി. 20 അബോ ഏകദേശം മൈലേജ്. 18-22 വരെയൊക്കെ മൈലേജ് മുട്ടും. 18 മുതൽ 22 വരെ ടൗണിൽ നിന്നൊക്കെ കളിക്കുകയാണ്. അത്ര ഒരു ക്ലെയിമില്ല അല്ലേ? 0 ക്ലെയിം ആണ് വണ്ടി. ഒരു പവർഫുൾ വാഹനം അല്ലേ? 1.4. അതെ, 1.4 ഡീസലാണ്. നല്ല പവറുണ്ട്, മൈലേജ് ഉണ്ട്, എല്ലാം കൊണ്ടും കൊണ്ടുനടക്കാൻ പറ്റിയൊരു വണ്ടി. ഡ്രൈവിംഗ് കംഫർട്ടും എല്ലാം ഉണ്ടാവും, സേഫ്റ്റി ഉണ്ട് അത്യാവശ്യം. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? 7,35,000 2018 ഡീസൽ മാനുവൽ ആസ്റ്റ ഓപ്ഷണൽ i20. ഓക്കെ, ഒരു 1 ലാഖ് വേണ്ടി വരും ഇറക്കണമെങ്കിൽ? അല്ലെങ്കിൽ 1 ലാഖ് വരും എന്തായാലും. 18 മോഡലല്ലേ? 18. ഒരു 1 ലാഖ് എന്തായാലും കാണും കയ്യിൽ. ബാക്കി ലോൺ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു വാഹനമാണ് അല്ലേ? വേറെ വർക്കൊന്നുമില്ലല്ലോ? ഇല്ല, ഒന്നുമില്ല. ഓക്കെ, അടുത്തത് വീണ്ടും ഒരു കോമ്പാക്ട് SUV ആണ്. ജീപ്പ് കോമ്പസ് അല്ലേ? ജീപ്പ് കോമ്പസ് റെഡ് കളർ. അതെ. എങ്ങനെയാണ്? 2018 ലോങ്ങിറ്റ്യൂഡാണ് ഓപ്ഷൻ വരുന്നത്. സെക്കൻഡ് ഓപ്ഷൻ വാഹനമാണ്. സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണറാണ്. ഓക്കെ, 39,000 കിലോമീറ്റർ ഓടി വണ്ടി. അത്രേ ഉള്ളൂ. ഡീസലാ? ഡീസൽ കറക്റ്റ് കമ്പനി സർവീസ്. ഡീസൽ മാനുവൽ 2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വരിക. നല്ല റീസെന്റ് സർവീസും കഴിഞ്ഞിട്ടുണ്ട്. എത്ര കിലോമീറ്റർ പറഞ്ഞേ? 39,000. 2018 ലോഞ്ചിറ്റ്യൂഡ് ഓപ്ഷൻ വരുന്ന ചീപ്പ് കോമ്പസ്. വേറെ എന്തെങ്കിലും ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ വണ്ടിയിൽ? ക്ലെയിം ഒന്നുമില്ല. ഓക്കെ, കോമ്പസ് ആണ്. മെയിൻ്റനൻസ് ഒക്കെ നമ്മൾ ഷോറൂമിൽ നിന്ന് ചെയ്യണം. ഒരു 10,000-20,000 രൂപ ഒക്കെ കാണ്ടി വരില്ല? ആ ഒരു റേഞ്ച് 18-16 എന്തായാലും കാണ്ടി വരും. ഏകദേശം റെഗുലർ സർവീസ് ചെയ്യണം തന്നെ കാണ്ടി വരും. അപ്പോൾ എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നതിന്? 12,30 കൊടുക്കും. 12,30. 2018 അല്ലേ? 18 ലോ കിലോമീറ്റർ ആണ്. ഓക്കെ, ലോ കിലോമീറ്റർ ഒരു കോമ്പസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഡീസലുമാണ്. താല്പര്യമുള്ളവരുടെ പെട്ടെന്ന് വിളിച്ചാൽ. വേറെ വർക്കൊന്നുമില്ലല്ലോ ഇപ്പോൾ? ഒന്നുമില്ലല്ലോ. റീസെന്റ് സർവീസ് കഴിഞ്ഞു. നിങ്ങളിപ്പോൾ കൊടുക്കുന്ന വണ്ടികളിലും സർവീസ് ചെയ്തിട്ട് തന്നെയാണ് കൊടുക്കുന്നത്? എല്ലാത്തിനും സർവീസ് ആയ വണ്ടികളാണെങ്കിൽ സർവീസ് ചെയ്തിട്ട് കൊടുക്കും. ചില കസ്റ്റമേഴ്സ് സർവീസ് ചെയ്തിട്ടാണ് നമുക്ക് തരിക. ഓക്കെ, അത് കറക്റ്റ് എന്തായാലും പറഞ്ഞു കൊടുക്കാം കസ്റ്റമറിന്. ധൈര്യമായിട്ട്. ഓക്കെ.
താറ് റോക്സ് വന്നിട്ട് പോലും പഴയ താറിന് ഒരു മാറ്റമില്ല അല്ലേ? അതെ, മാർക്കറ്റ് ഇച്ചിരി കൂടിയ വരും. അപ്പോൾ താറാണ്, 2 താറുണ്ട്. ഒന്ന് കാണിച്ചു തരാം, വേറൊരു കളറുണ്ട് അല്ലേ? ഓക്കെ, ഇത് ബ്ലാക്ക്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2023 വണ്ടി, 23 KL50 രജിസ്ട്രേഷൻ, 4x4 ഓട്ടോമാറ്റിക്. ഓക്കെ, 4x4 ആണ്, ഡീസൽ തന്നെ. ഓക്കെ, ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ്. വാറണ്ടി വാറണ്ടി ഇപ്പോൾ എത്ര വരെ ഉണ്ടാവും? 23 പറയുമ്പോൾ 2026-27 വരെ ഉണ്ടാവും. 26 നോക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. വേറെ ക്ലെയിം ഒന്നും ഇല്ലല്ലോ? സീറോ ക്ലെയിം ആണ് വണ്ടിയിൽ. ഓട്ടോ എത്രയാണ് പോയത്? ഇത് 42,000 കിലോമീറ്റർ. 42,000 ഓട്ടം പോയിട്ടുണ്ട്. ഡീസൽ 4 ടയറും പുതിയതുണ്ട്. 4x4 ഡീസൽ മാനുവൽ. ഓക്കെ, പുതിയ ടയേഴ്സാണ്. ഒന്നും ചെയ്യാനൊന്നുമില്ല ഇതും അല്ല? സർവീസ് ഒക്കെ കഴിഞ്ഞ് വെച്ചേക്കാം. സർവീസൊക്കെ ഇപ്പോൾ 40 കഴിഞ്ഞ് വെച്ചേക്കണം. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? 17,90 കൊടുക്കാം. 17,90,000 2023 4x4 മാനുവൽ ഡീസൽ കാറാണ്. ഓട്ടോമാറ്റിക്, മാനുവൽ അല്ല, സോറി, ഓട്ടോമാറ്റിക് കാറാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. പുതിയ റോക്സിൻ്റെ വില ഏകദേശം എത്ര വരുന്നുണ്ട്? 30. സ്റ്റാർട്ടിങ് ഓപ്ഷൻ എത്ര വരുന്നുണ്ട് അതിന്? അതിൽ 2 വീലർ ഓട്ടോമാറ്റിക് 26 സംതിങ് ഉണ്ട്. 26 സംതിങ്. ഓക്കെ, അത്രയും മാറ്റം വരുന്നുണ്ട്. അതുകൊണ്ടാണ്. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട്. ഇതാ അടുത്ത താറാണ്, ഒരു ഗ്രേ കളർ അല്ലേ? KL65 തിരൂരങ്ങാടി രജിസ്ട്രേഷൻ വരുന്ന താർ. ഇതും 3 ഡോർ തന്നെയാണ്. എങ്ങനെ ഡീറ്റെയിൽ? 2021 മോഡൽ. 21 ഓക്കെ, നേരത്തെ കണ്ട 23 ആയിരുന്നു. 23, ഇത് 21. ഗ്രേ കളർ, സിംഗിൾ ഓണർ, 47,000 കിലോമീറ്റർ ഓടിയാണ്. ഇത് ഒരു വർഷത്തിനെ സംബന്ധിച്ച് വലിയൊരു ഓട്ടോ പോയില്ല. ഇതിലും 4 ടയർ പുതിയ ഇട്ടിട്ടുണ്ട്. 4x4 ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ ഓട്ടോമാറ്റിക് തന്നെയാണ്. ഡീസൽ മാനുവൽ ഇല്ല കയ്യിൽ? ഒന്നുമില്ല. ഇല്ല. ഇപ്പോൾ 2 ഉള്ളതും ഡീസൽ ഓട്ടോമാറ്റിക് ആണല്ലേ? ഓക്കെ, ഇതിലും വേറെ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ? ഇല്ല, ക്ലെയിം ഇല്ല, ഒന്നുമില്ല. പുതിയ ടയേഴ്സ് ആണ് എന്തായാലും 2 ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതിന് എത്രയാണ് ഇപ്പോൾ ചോദ്യം? നമുക്ക് 15,45 രൂപ കൊടുക്കാം. 15,50,000. ഇത് 2021 മോഡൽ 4x4 ഓട്ടോമാറ്റിക് താറാണ്. ഓക്കെ, ഡീസൽ താർ. ഓക്കെ, നേരത്തെ ചോദിച്ചത് 17,90. അത് 2 വർഷം മോഡൽ കൂടി. 2023 ആണ്. ഓക്കെ, അപ്പോൾ ഇത് ബ്ലാക്കും കൂടിയാണ്. ഇതിൽ ലോൺ എത്ര കയറും? ഇതിൽ നമുക്കൊരു 14,000 രൂപ, 14,000 വരെയൊക്കെ 14,500 ലോൺ കൊടുക്കാം. കിട്ടും. ഒരു 1 lakhിൻ്റെ അടുത്തൊക്കെ എന്തായാലും കാണും, തീർച്ചയായും കയ്യിൽ കാണും. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ടോ. അടുത്തത് ആ ഒരു ക്രോസ് ഓവർ സെഗ്മെൻ്റ് ആണ്. i20 ആക്റ്റീവ് അല്ലേ? i20 ആക്റ്റീവ് ഡീസൽ വേരിയൻറ്റ്. ഡീസലാണ്, 2019 മോഡൽ. ഓക്കെ, 54,000 കിലോമീറ്റർ കൂടി സിംഗിൾ ഓണർ വണ്ടി. നോർമൽ ഓട്ടേ പോയിട്ടുള്ളൂ. ഡീസൽ ഏറ്റവും ടോപ്പൻ്റെ? ഏറ്റവും ടോപ്പല്ലേ. ഓക്കെ, ഏറ്റവും ടോപ്പ്. SX ഓപ്ഷനാണ് ശരിക്കും ഇത്. SX ആണ് ഇത് കാണിക്കുള്ളൂ. ഓ, കാണിക്കണില്ല. SX ഓപ്ഷനാണ് ശരിക്കും. അതിൻ്റെ ശരിയായ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. RC-യിലൊക്കെ കാണുമ്പോൾ നമുക്ക് SX കാണുള്ളൂ. ഓക്കെ, എന്തായാലും ഇതിൽ ടോപ്പ് ആണ്. ആക്റ്റീവിൽ ഒരു ക്രോസ് ഓവർ സെഗ്മെൻ്റ് ആണ്. i20 പോലെ തന്നെ ഏകദേശം മൈലേജ് ഉണ്ടാവും. 19-20 റേഞ്ച് മൈലേജ് ഉണ്ട്. കുറച്ചുകൂടെ വെയിറ്റ് ഉള്ള വാഹനമാണ് അല്ലേ? i20യേക്കാളും കുറച്ചുകൂടെ വെയിറ്റ് വരുന്ന വാഹനമാണ്. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഒരു ഡോർ മാറിയിട്ടുണ്ട്, റിയർ ഡോർ മാറിയിട്ടുണ്ട്. റിയർ ഡോർ ലെഫ്റ്റ് സൈഡ് അല്ല? ഈ ഡോർ ഉണ്ട്. ഓക്കെ, കമ്പനി തന്നെയാണ്? കമ്പനി തന്നെ. ഹിസ്റ്ററി ഒക്കെ പ്രോപ്പറാണ്? ഹിസ്റ്ററി പ്രോപ്പർ. ഓക്കെ, എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? 7,35,000 രൂപ കൊടുക്കാം. 7,35,000 2019 ആക്റ്റീവാണ് i20. ലോൺ എത്ര കിട്ടും? ഇത് നമുക്കൊരു 6.5 റേഞ്ചൊക്കെ ലോണും കയറും. 6 വരെയൊക്കെ കയറും അല്ലേ? ഓക്കെ, താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലോട്ട്. തുടക്കത്തിൽ നമ്മളൊരു ബ്ലാക്ക് ക്രെറ്റ കണ്ടു, ഇനി വൈറ്റ് ആണ് അല്ലേ? ഇത് വൈറ്റ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2020 മോഡൽ. ഓക്കെ, ഈ വേരിയൻ്റ് ആണ്. ഈ ആണ് ബേസ് ആണ് അല്ലേ? ബേസ്. ഓക്കെ, 35,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ, 0 ക്ലെയിം. 35,000 ഓടിയിട്ടുണ്ട്. 35,000. വാറണ്ടി എക്സ്റ്റൻഡ് ഒന്നുമില്ലല്ലോ? ഇല്ല, വാറണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, 35,000 2021 ബേസ് തന്നെ. പവർ വിൻഡോസ് അങ്ങനത്തെ എല്ലാം വരും? 4 പവർ വിൻഡോ വരും, സെൻട്രൽ ലോക്ക് വരും. സ്റ്റീരിയോ ഉണ്ടാവും. ഓക്കെ, അങ്ങനത്തെ ഓപ്ഷൻസ് ഉള്ളൂ, ബാക്കി ഒന്നും ഉണ്ടാവില്ല. ക്ലെയിം ഒന്നുമില്ലല്ലോ? ക്ലെയിം 0 ക്ലെയിമാണ്. 0 ക്ലെയിം വണ്ടി. കറക്റ്റ് കമ്പനി സർവീസ് ഉണ്ട്. പെട്രോളാ? ഡീസലാണ്. ഓക്കെ, ഡീസൽ ക്രെറ്റ. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? 11.25 ലക്ഷം രൂപ കൊടുക്കാം. 11,75 2021 ഈ വേരിയൻറ്റ്. 20 ഈ വേരിയൻറ്റ് 35,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഓക്കെ, മൈലേജ് ഉണ്ടാവില്ല? അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. 20 കിലോമീറ്ററിൻ്റെ മേലെ മൈലേജ്. 20 കിട്ടും. റിട്ടേൺ കിട്ടും. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ടോ. കിയ സെൽട്ടോസ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ചെയ്തത്? 2019 മോഡൽ. 19 ആണല്ലേ? ഓക്കെ, ഏത് ഓപ്ഷൻ? HTX മാനുവൽ ട്രാൻസ്മിഷൻ. ടോപ്പിൻ്റെ തൊട്ട് താഴെ. X+ അല്ലേ GT ലൈൻ വരുന്നത്? GT ലൈൻ്റെ തൊട്ട് താഴെ. ഇതില് പ്ലസ് വേരിയന്റും കൂടി വരുന്നുണ്ട്. HTX പ്ലസും കൂടി വരുന്നുണ്ട്. അതിന്റെ മേലെ GT ലൈൻ വരും. അതിന്റെ മേലെ GT ലൈൻ. ഓക്കെ,
അപ്പോൾ ഇതിലും ഒരുമാതിരി എല്ലാ ഫീച്ചേഴ്സ് ഉണ്ടാവും. അത്യാവശ്യം അലോയ്സും വരൂലേ? അലോയ്സും വരും. ആ ഒരു ഷേപ്പ് മാറ്റുന്നുണ്ട്. സ്റ്റെയറിംഗ് കൺട്രോൾ വരും. 2000 ബാഗ് ഉണ്ടാവും. 2000 ബാഗ് ഉണ്ടാവും. ആൻഡ്രോയിഡ് സിസ്റ്റം. സീറ്റ് വെന്റിലേഷൻ ഇല്ല, പക്ഷെ അതുപോലത്തെ സീറ്റാണ് അല്ലേ? അതുപോലത്തെ സീറ്റ് കവറാണ് കാണുമ്പോൾ സീറ്റ് വെന്റിലേഷൻ തോന്നും, പ്ലസിൽ സീറ്റ് വെന്റിലേഷൻ. ഓക്കെ, എത്ര ഓടിയുണ്ട് ഇപ്പോൾ വണ്ടി? 59,000 കിലോമീറ്റർ ഓടി. 59,000 അല്ല? ഓക്കെ, 2019 HTX ആണ്. ഡീസൽ ആയിരുന്നു പറഞ്ഞത്? ഡീസൽ, മാനുവൽ ട്രാൻസ്മിഷൻ. മൈലേജ് ഉണ്ടാവുമല്ലോ, നേരത്തെ നമ്മൾ ക്രെറ്റ പറഞ്ഞ പോലെ തന്നെ. 21-22 കിലോമീറ്റർ മൈലേജ്. ക്രെറ്റേനേക്കാൾ മൈലേജ് കിയൊക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, അതാ ചോദിച്ചത്. അപ്പോൾ എത്ര നിങ്ങൾ? 10,80 കൊടുക്കാം. 10,80,000. പ്രൈസ് ഫൈനലാണോ അതോ? അല്ല, മാറ്റം ചെയ്തു. ഓക്കെ, മാക്സിമം ലോണും കയറുള്ളൂ. അതെ. അടുത്ത വണ്ടിയുള്ളൂ. അടുത്തത് ആ പോളോ ആണ്, ഒരു റാമ്പിൽ കയറ്റി വെച്ചേക്കാണ് അല്ലേ? അതെ. എങ്ങനെയാ ഡീറ്റെയിൽ? ട്രെൻഡ് ലൈൻ 2018 മോഡൽ. ബേസ് ആണ് അല്ലേ? ബേസ് ആണ്. 18 1.2 1 ലിറ്റർ ഫ്രണ്ട് ലൈനാണ്. ഓക്കെ, രണ്ടും ഇറങ്ങിയിട്ടുണ്ട് ആ സമയത്ത്. അതാ ചോദിച്ചത്. 1 ലിറ്റർ ആണ് ലാസ്റ്റിലേക്ക് ഇറങ്ങിയാണ് അല്ലേ? ഓക്കെ, ഓട്ടം 18,000 കിലോമീറ്റർ ഓടി. പെട്രോള് 18,000 ഓടിയ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ക്ലെയിം ഒന്നും കറക്റ്റ് കമ്പനി സർവീസ്. എത്ര ചോദിക്കുന്നത് ഇപ്പോൾ? 5,30. 5,30,000. 18 പെട്രോൾ 1 ലിറ്റർ ട്രെൻഡ് ലൈൻ പോളോ 5,30,000 കൊണ്ടുപോകാം. ഒരു ക്ലെയിമും ഇല്ലാത്ത ഒരു സിൽവർ കളർ വാഹനമാണ്. മൈലേജ് ഒരു 15 വരെ കിട്ടൂലേ? 14 പ്രതീക്ഷിച്ചാൽ മതി. 14 പ്രതീക്ഷ. 1 ലിറ്ററിലും കിട്ടൂല? 1 ലിറ്റർ. ഓക്കെ. ലോൺ എത്ര കയറൂല്ലേ? ലോൺ നമുക്കൊരു 4,500 റുപ്യ. 4,500 വരെ കിട്ടും. 4,400 റുപ്യ വരെ മാക്സിമം ലോൺ കൊടുക്കാം. ചെയ്യും. ഓക്കെ, ഒരു മിനി കൂപ്പർ ഇങ്ങനെ പോയി നോക്കിയതാ. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ടോ. അടുത്ത ടെറാനോ, ഒരു കോമ്പാക്ട് SUV അല്ലേ? അതെ. എങ്ങനെയാണ് ഡീറ്റെയിൽ? എക്സൽ ഓപ്ഷൻ 2016 മോഡൽ 57,000 കിലോമീറ്റർ ഓടിയ ഡീസൽ വേരിയന്റ്. ലോ കിലോമീറ്റർ 110. 85 ലോ കിലോമീറ്റർ ഓടിയ വാഹനമാണ്. സാറിന് ഒരു 1 ലാഖിൻ്റെ അടുത്തൊക്കെയാണ് കാണാറുള്ളത്. അതിൻ്റെ നീറ്റ് വണ്ടിക്ക് ഉണ്ടല്ല. 2016 മോഡലുമാണ്. ഏറ്റവും ടോപ്പ് എൻ്റെ എക്സൽ ഓപ്ഷൻ. എക്സൽ, സോറി. ഓക്കെ, അലോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. മിഡിൽ ഓപ്ഷനാണ് വണ്ടി. എന്തായാലും ഇതായതുകൊണ്ട് തന്നെ 85 കൊണ്ട് തന്നെ വലിയ മെയിൻ്റനൻസ് ആയിട്ട് മേടിക്കും. മൈലേജ് ഉണ്ടാവും. എത്ര? ഒരു 18 വരെയൊക്കെ മൈലേജും. ഓക്കെ, ആ റേഞ്ച് മൈലേജും കിട്ടും. നീറ്റ് വണ്ടിയാണ് കേട്ടോ, നീറ്റാണ്. ഓക്കെ, വേറെ ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല. എത്രയാ ഇപ്പോൾ? നമുക്ക് 6.75 ലക്ഷം റുപ്യ കൊടുക്കും. 6,75,000. 2016 എക്സൽ ഡീസൽ 85 നിസാൻ ടെറാനോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാമല്ലോ? ചെറിയ അഡ്ജസ്റ്റ്മെന്റ് കൊടുക്കാം. കാരണം എന്താ വെച്ചാൽ കൂടിയ വിലയുള്ള വണ്ടി ഉണ്ടാവും. ഇതിൻ്റെ കുറഞ്ഞും കിട്ടും, പക്ഷേ അതിൻ്റെ ഒരു കിലോമീറ്റർ എല്ലാം കൂടെ കിലോമീറ്റർ ഡിഫറെൻ്റ് ഉണ്ടാവും. ഓക്കെ, പരിക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അടുത്ത വണ്ടിയിലേക്ക് പോകും. ഇന്നത്തെ അവസാനത്തെ വാഹനം ടൊയോട്ടയുടെ അർബൻ ക്രൂയിസറാണ്. അതായത് നിങ്ങളൊരു ബ്രസ നോക്കുന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ വാഹനം. സെയിം സാധനം തന്നെ അല്ലേ? ഓക്കെ, എങ്ങനെയാണ്? 2021 മോഡൽ 16,000 കിലോമീറ്റർ ഓടി. സെക്കൻഡ് ഓണർ വണ്ടി. 16,000 കിലോമീറ്റർ. 16,000 ലോ കിലോമീറ്റർ ആണല്ലേ? 21 മോഡലിൽ പെട്രോൾ മാനുവൽ ആണ്. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ക്ലെയിം ഇല്ല. സീറോ ക്ലെയിം. സിംഗിൾ ഓണർഷിപ്പാ? സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 21 16,000 കിലോമീറ്റർ ഓടി. ഓപ്ഷൻ ഏതാ അതിൻ്റെ? പ്രീമിയം പ്ലസ് ടോപ്പാണ്. ഓക്കെ, ടോപ്പിൻ്റെ വണ്ടി എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? 8.25 ലക്ഷം റുപ്യ കൊടുക്കുക. 8,75,000 രൂപയ്ക്ക് വെറും 16,000 കിലോമീറ്റർ ഓടിയ ഒരു പെട്രോൾ അർബൻ ക്രൂയിസർ ഏറ്റവും ടോപ്പ് എൻ്റെ മോഡൽ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 10,75,000 രൂപയൊക്കെ കണ്ട് ഇറക്കാൻ പറ്റും. 8 ലക്ഷം റുപ്യ ലോൺ കൊടുക്കുക. 8 ലക്ഷം വരെ ലോണും കിട്ടുന്നുണ്ട്. ഒന്നും ചെയ്യാനില്ല. വണ്ടിയിൽ ഇപ്പം എന്തെങ്കിലും വർക്കോ കാര്യം ഒന്നുമില്ല. 16,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. അത് തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു അടിപൊളി കോമ്പാക്ട് SUV വേണമെന്നുണ്ടെങ്കിൽ, വലിയ മെയിൻ്റനൻസ് ഇല്ലാതെ കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു കോമ്പാക്ട് SUV വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. കണ്ണും മുട്ടി എടുക്കാൻ പറ്റുന്നൊരു വാഹനമാണ്. മാക്സിമം ലോണും കിട്ടുന്നുണ്ട്. ചെറിയ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ ഇറക്കി കൊണ്ടുപോയി ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. തൽക്കാലം നമ്മൾ എന്തായാലും നിർത്താം അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേറെ സ്റ്റോക്ക് ഉണ്ടോ ഇവിടെ? സ്റ്റോക്ക് വണ്ടികളൊക്കെ ഉണ്ടോ? ഇന്നോവ ഉണ്ട്. ഇവിടെ വേറൊരു ഷോറൂം ഉണ്ട് ഇതിൻ്റെ അടുത്ത് തന്നെ അല്ലേ? ചെറുവണ്ടികളൊക്കെ ഉണ്ട് അവിടെയും. വേറെ ഇന്നോവ ഫോർച്യൂണർ അല്ല? ഫോർച്യൂണർ ഉണ്ട്. കേരള വണ്ടി അല്ലെങ്കിൽ റീ വണ്ടിയാണ്? ഒക്കെ കേരള വണ്ടികൾ. എല്ലാം കേരള വണ്ടിയാണ്. റീ ഒന്നും ഡീൽ ചെയ്തില്ല. ഓക്കെ, അപ്പോൾ കേരള ഇന്നോവ ഫോർച്യൂണർ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെറുതേതാളെ? ചെറിയ സ്റ്റാർ ഓട്ടോമാറ്റിക് ഉണ്ട്. അങ്ങനത്തെ ഒക്കെ ഉണ്ട്. ബലീനോ ഉണ്ട്. അപ്പോൾ ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ കോൺടാക്ട് ചെയ്തോ. നമ്പർ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഒരിക്കൽ കൂടെ ലൊക്കേഷൻ പറഞ്ഞുതരാം. മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ അൽഷിഫ ഓഡിറ്റോറിയത്തിൻ്റെ അടുത്തായിട്ട് ബൈപ്പാസ് റോഡിൽ വരുന്ന സ്ഥലമാണ് ലഗോസിയ കാസ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ മാക്സിമം ഷെയർ പോട്ടെ, ലൈക്ക് വരട്ടെ, കമൻസ് എന്തായാലും രേഖപ്പെടുത്തുക. എന്തായാലും കമൻസ് രേഖപ്പെടുത്തുക, വിട്ടുപോകരുത്. അപ്പോൾ അനസ് ഭായ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അല്ലേ? ഓക്കെ, ബൈ.